Hi friends, welcome back to our channel Salt and Pepper. നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. ഇന്ന് ഞാൻ വീണ്ടും ഒരു ഉടായിപ്പ് എംബ്രോയ്ഡറി വർക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആകെ വേണ്ടത് കുറച്ച് ഷുഗർ ബീഡ്സും പിന്നെ ഫാബ്രിക് ഗ്ലൂവും മാത്രമാണ്. എന്തായാലും നമുക്കതൊന്ന് ചെയ്തു നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ചെറുതായിട്ട് ഒരു ഔട്ട്ലൈൻ വട്ടം വരച്ച് കൊടുത്തതിന് ശേഷം ഫാബ്രിക് ഗ്ലൂ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വട്ടം ഈ ഫാബ്രിക് ഗ്ലൂ കൊണ്ട് തന്നെ ഈ നെക്ലൈൻ മുഴുവൻ ഇതുപോലെ ചെയ്തെടുക്കാം. വളരെ ഈസി അല്ലേ? നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നോക്കിക്കേ, ജസ്റ്റ് സിമ്പിളാണ്. ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ ഒരു നല്ല ഫാബ്രിക് ഗ്ലൂ വാങ്ങിക്കുക. ഞാൻ ഈ ഫാബ്രിക് ഗ്ലൂ ഇവിടുന്ന് വാങ്ങിച്ചതാണ്, നാട്ടിലത്തെ അല്ല. ഇത് കണ്ടിട്ട് നല്ല സ്ട്രോങ് ആണെന്ന് തോന്നി. ഇത് നന്നായിട്ട് പിടിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ, ആ കൺസിസ്റ്റൻസി കാണുമ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നുന്നു. നെക്ലൈൻ മുഴുവൻ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ചെയ്തോണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ബീഡ്സ് വെതറാൻ പോവാണ്. ഇത് ഷുഗർ ബീഡ്സ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം എന്തിനാ ഉപയോഗിച്ചതിൻ്റെ ബാക്കി ഷുഗർ ബീഡ്സ് ആണ്. ഇത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇതെന്തായി തീരുമോ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എന്തായാലും നമ്മൾ ഇത്രയും ബീഡ്സ് ഇട്ട് ഇനി ബാക്കി നമുക്ക് ഒരു സൈഡിലൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ വട്ടം വരച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് വീണ്ടും നമ്മുടെ ഷുഗർ ബീഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാം. എത്ര ഈസിയാണെന്ന് നോക്കിയേ. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി വർക്കല്ലേ ഇത്. അപ്പോൾ നമ്മുടെ വർക്ക് തീരാറായി വന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഹാഫേ കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ആ വട്ടത്തിലൂടെ നമുക്ക് ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്ത് നമ്മുടെ വർക്കിനെ ഏകദേശം നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കുഞ്ഞു പരിപാടികളുടെ മാത്രം അപ്പോൾ ഇനിയിപ്പോൾ മിച്ചം ഉണ്ടാകത്തുള്ളൂ കേട്ടോ. കണ്ടോ, ഭയങ്കര ഈസി അല്ലേ? ഈ മുത്തുകളെല്ലാം കൂടി ഇങ്ങനെ ഓടി നടക്കുന്നതാണെന്ന് തന്നെ നല്ല രസമില്ല. നിങ്ങൾക്ക് പക്ഷേങ്കിൽ എത്രമാത്രം ഈ ക്യാമറ കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല അതിൻ്റെ കളറ്. കാരണം ആ വെട്ടം കാരണം ഒരുമാതിരി പെയിലായിട്ടാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ നല്ല ഭംഗിയുള്ള ബീഡ്സ് കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ കളറാണ്. ചെയ്യണം കേട്ടോ. നോക്കിക്കേ, ഇപ്പം തന്നെ ഇവരെ കാണാൻ നല്ല ഭംഗിയില്ലേ? ഈ ബീഡ്സ് നല്ല രസമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രമാത്രം ഭംഗി കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇവരെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നിങ്ങൾക്കിത് ചുരിദാറയിലോ ടോപ്പുകളിലോ പിള്ളേരുടെ ഉടുപ്പയിലും ഒക്കെ ചെയ്തെടുക്കാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ ആകെ ഒരു മെസ്സപ്പാണ്. പക്ഷേങ്കിൽ ഇത് മുഴുവൻ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിയുമ്പോഴാണ് ഇവൻ്റെ ഭംഗി നിങ്ങൾ അറിയാൻ പോകുന്നത്. ഇത് ഭയങ്കര രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പം തന്നെ എനിക്കിതെല്ലാം ഇങ്ങനെ തന്നെ അങ്ങ് നിന്നാലോ എന്ന് തോന്നുന്നുണ്ട്. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നോക്കിക്കേ, അപ്പോൾ നമ്മൾ മുത്തുകളെ എല്ലായിടത്തും നല്ല സുന്ദരമായിട്ട് നിറച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കണ്ടോ. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഉറച്ചോളും. പിങ്ക് ഷെയ്ഡ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്ക് ഇതൊരു സിമ്പിൾ ടോപ്പാട്ടോ. ഇതൊരു സിമ്പിൾ എന്നാ പറയുന്നത്, ഒരു ടീഷർട്ടാണ്. അതിലേക്കാണ് ഞാൻ ഈ വർക്ക് ചെയ്തേക്കുന്നത്. എന്തായാലും ഇതിനെ ചെറുതായിട്ട് നമുക്കൊന്ന് ഉണങ്ങാൻ വെക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്കിതിനെ കുടഞ്ഞു കളയാം. അപ്പോൾ അതിൻ്റെ ഷേപ്പിലേക്ക് വന്ന് ഫോം ചെയ്യും. എന്തായാലും ഇതൊന്ന് ഉണങ്ങട്ടെ. അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിതിനെ ഡ്രയർ കൊണ്ടാണ് ഉണക്കാൻ പോകുന്നത്. നോക്കിക്കേ, ഇവിടെ തണുപ്പായണ്ട കേട്ടോ. ഡ്രയർ കൊണ്ട് ഉണക്കുമ്പോൾ നമ്മുടെ മുത്തുകളെല്ലാം പറന്നു പോകുന്നു നോക്കിയേ. പക്ഷേ അവിടെ ക്ലിയറായി ആ വട്ടം നന്നായിട്ട് ഫോം ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഈസി അല്ലേ നോക്കിയേ, അവർ നന്നായിട്ട് ക്ലിയറായി വരുന്നുണ്ട്. ഡ്രയർ വെച്ചപ്പോഴേ മുത്തുകളെല്ലാം ഒരു കോർണറിലേക്ക് വന്നു. നമ്മുടെ വർക്കുകൾ ഇപ്പം നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇച്ചിരി റൈൻ സ്റ്റോൺസ് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാം. ഈ പിങ്കും ബ്ലൂയുടെ നല്ല കോമ്പിനേഷൻ അല്ലേ? അതുപോലെ തന്നെ ബ്ലാക്കും പിങ്കും ബ്ലാക്കും ബ്ലൂവും എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തത്തിൽ ഭയങ്കര കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റൈൻ സ്റ്റോൺ ഇതിൻ്റെ ഇടയ്ക്ക് ഒട്ടിച്ച് വെക്കാം. ഇത് നല്ല ഹാർട്ട് ഷേപ്പാണ് കണ്ടോ, ഹാർട്ട്. ഇരുന്നോട്ടോ. സിമ്പിളാണ്, സിമ്പിൾ ആയിട്ടൊരു വർക്ക്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വളരെ സിമ്പിളാണ്. നമുക്കിതേ ഇവിടെ ഇങ്ങനെ ഇച്ചിരി ഗ്ലൂ ഒട്ടിച്ച് കൊടുക്കാം. എന്താ ഈ ഫാബ്രിക് ഗ്ലൂ ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ നമുക്ക് നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ട്രിമിറ്റ്സ് എൻ്റെ പേര് കേട്ടോ. ട്രിമിറ്റ്സിൻ്റെ ഫാബ്രിക് ഗ്ലൂ ആണേ. എനിക്കറിയത്തില്ല ഇനി ഓൺലൈനിൽ വല്ലതും കിട്ടുമോയെന്ന്. അപ്പം എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഈ എക്സ്ട്രാ ഇരിക്കുന്നവരൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊക്കോളും കേട്ടോ. ഈ ഗ്ലൂ അങ്ങനത്തെയാണ്, ഫാബ്രിക് ഗ്ലൂ എല്ലാം അങ്ങനെയാണ്. ഇതാ നമുക്കതിനെ ഇങ്ങനെ വെച്ചെടുക്കാം. ഒരു കുഞ്ഞ് ഹാർട്ട്. ഈ ഹാർട്ട് കുറവുള്ളവർക്ക് ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വേണ്ട. നമുക്ക് ഈ ഹാർട്ടിനെ ഇങ്ങനെ വെച്ചെടുക്കാം. അപ്പോൾ ഇവ നല്ല സുന്ദരമായിട്ട് വരുന്നതുണ്ടോ നിങ്ങൾ? ആഹാ, അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരം. ഇതിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണിത്. ഇതൊക്കെ ആകുമ്പോൾ ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഇത് വലിയ എന്നാ പറയുന്നത്, ഒരു കോംപ്ലിക്കേഷൻ ഇല്ലാത്ത പരിപാടികളല്ലേ ഇതൊക്കെ. ഈ ഷുഗർ ബീഡ്സ് ഒക്കെ നമുക്ക് ഈ ത്രെഡ് ഹൗസുകളിലും ഈ ക്രാഫ്റ്റ് ഷോപ്പുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. അതിനൊരു ക്ഷാമവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ
എല്ലാവരും വാങ്ങിക്കുക, ചെയ്ത് നോക്കുക. നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ. ഇത് വെറും ഒരു ടീഷർട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാൻ ഉപയോഗിക്കാതെ മാറിയിരുന്നൊരു ടീഷർട്ടാണ്. ഇന്നലെ പൊന്ന് ഇതെടുത്തോണ്ട് വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് എംബ്രോയ്ഡറി ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പ് ഞാൻ തരാമെന്ന് പറഞ്ഞ് അവളാണ് ഇത് പൊക്കിക്കൊണ്ട് വന്നത്. സോ ഇതിപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എന്നാ തോന്നുന്നു? നല്ല രസമില്ലേ കാണാൻ? ഓർത്തു എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് റൈൻ സ്റ്റോണിനെ ഇങ്ങനെയും കൂടെ വെച്ച് കൊടുക്കാമെന്ന്. എന്ത് പറയുന്നു നിങ്ങൾ? ഇത് കാണാൻ എന്തോ ഒരു ഭംഗി എനിക്ക് തോന്നുന്നു. മൊത്തത്തിലൊരു റൈൻ സ്റ്റോണിൻ്റെ കൂടാരമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ റൈൻ സ്റ്റോണിനെ ഇങ്ങനെയും കൂടെ ഒന്ന് പിടിപ്പിച്ച് കൊടുക്കാം. എന്തായാലും നമ്മളൊരു വഴിക്ക് പോകില്ലേ, എന്നാൽ പിന്നെ ഇവനെയും കൂടെ ഇവിടെ ഫിറ്റ് ചെയ്തേക്കാം അല്ലേ. ഫാബ്രിക്കുകൾ വെച്ചതിന് ശേഷം നമുക്കിങ്ങനെ ഇതിനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ എത്ര ഈസി ആയിരുന്നു നോക്കിക്കേ. നമ്മുടെ വർക്ക് എത്ര ക്വിക്ക്ലി ഫിനിഷ് ആയി നോക്കിക്കേ. വളരെ എന്നാ പറയുന്നത്, ഒരു 10 മിനിറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ പരിപാടി തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് ഉണങ്ങി വരാനുള്ള സമയമേ ഉള്ളൂ. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ വെയിലത്തോട് കൊണ്ട് ഈ തുണി നിട്ടാൽ മതി, പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നല്ല ഭംഗിയായിട്ട് ഫിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഉണങ്ങാൻ മാത്രം ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നമ്മുടെ ബീഡ്സ് ഓൾറെഡി ഉണങ്ങിക്കഴിഞ്ഞു. ഇനി ഇതുകൂടെ ഒന്ന് ജസ്റ്റ് പെട്ടെന്ന് ഉണക്കിയതിന് ശേഷം ഞാൻ നിങ്ങളെ നെട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ വീണ്ടും നല്ലൊരു സബ്ജക്റ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.